ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എണ്ണയൊന്നും ഇല്ലാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഇത് ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. വളരെ ടേസ്റ്റിയാണ്. നമ്മളെപ്പോഴും ചിക്കൻ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ വീട്ടിൽ ചിക്കൻ കഴിക്കാത്ത ആളുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. If you are watching our video for the first time, please subscribe, like, share and comment. ആദ്യം നമുക്ക് ഇതിൻ്റെ മാവ് കുഴച്ച് വെക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ 1 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണ്ട, ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ലോണം ഓയിലുമായിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഈ പൊടികളിലെല്ലാം ഓയിൽ എത്തിക്കിട്ടണം. എന്നിട്ട് നമുക്കിതിലേക്ക് പിന്നെ പാല് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇത് ഇളം ചൂടിലും കുറച്ചും കൂടി ചൂട് കൂടുതലുണ്ട്. പിന്നെ കൈ പൊള്ളുന്ന ചൂടല്ല, അതിലും കുറച്ച് കുറവായിട്ടുള്ള ചൂടാണുള്ളത്. ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന ആ ഒരു രീതിക്ക് കുഴച്ചെടുത്താൽ മതി. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ കുഴച്ചെടുക്കാനും പറ്റും. നമുക്ക് പിന്നെ കുഴച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി നമുക്കിത് പിന്നെ ബോൾസാക്കി എടുക്കാം. ഞാനിത് ചപ്പാത്തീൻ്റെ വലിപ്പത്തിലും പിന്നെ നമ്മൾ ഇറച്ചിപ്പത്തിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊരു 6 എണ്ണം ചെറുതാക്കിയിട്ടാണ് എടുത്തത്. ഇനി ഇതുപോലെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം. നമുക്കിത് വളരെ നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് തട്ടി കൊടുത്താൽ നമുക്ക് വേഗം തന്നെ ഇത് മുറിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ ചെറിയതും പരത്തിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ലഞ്ച് ബോക്സ് വെച്ചിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല വൃത്തിക്ക് കിട്ടും ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പം കരിഞ്ഞൊന്നും പോവില്ല. ഇത് പൊങ്ങി വരാനൊന്നും കാക്കണ്ട. അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഇതങ്ങനെ പൊങ്ങി വരില്ല. പിന്നെ ബബിൾസ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേഗം തന്നെ വെന്ത് കിട്ടും. കുറേ സമയം ഇങ്ങനെ വെച്ചാൽ ഇത് ഉണങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇതുപോലെ ചുട്ടെടുക്കാം. ഞാനിത് എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് 1/4 കിലോ ചെമ്മീനാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോണ്ട. നമ്മളിതിൽ പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3/4 ടീസ്പൂൺ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ സോയാ സോസുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, അപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വേകുന്ന സമയത്ത് ചെമ്മീനും നല്ലോണം വെന്ത് കിട്ടിക്കോളും. ചെമ്മീൻ കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും 5-6 ബീൻസും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇവിടെ മാറ്റി വെക്കാം. ഇതൊന്ന് കുറച്ച് വഴണ്ട് വന്നാൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അധികം വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ബട്ടറിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ.
അതുകൊണ്ട് ഇതിൽ എണ്ണയൊന്നും ഇല്ല. ബട്ടറിൽ വഴറ്റിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ വെളിച്ചെണ്ണ തന്നെ വഴറ്റിയാലും മതി. ഇനി ഇതിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ കുറച്ച് ഒറിഗാനോ എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണ്ട. പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ അങ്ങനെ മസ്റ്റേർഡ് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, പിന്നെ ഒരു 2 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ 2 ചീസ് ചേർത്ത് കൊടുക്കാം. 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 3 എത്ര വേണ്ടുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചുട്ടിട്ട് കാസറോളിലാണ് വെച്ചത്. പിന്നെ ഇത് അടച്ച് വെച്ചിട്ടില്ല. അടച്ച് വെച്ചാൽ പിന്നെ വെള്ളം ഇറ്റിയിട്ട് കുതിർന്ന് പോകണ്ടെന്ന് വിചാരിച്ച് ഇത് നമുക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ഇവിടെ 2 പേർക്ക് ആവശ്യമുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഇതുപോലെ ഒരു കവറിൽ, പാക്കിംഗ് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. സിപ്പ് ലോക്ക് കവറിലാണ് ഞാൻ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കാമല്ലോ. പിന്നെ ഒരു 6 ചെറുതും ഒരു വലുതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ മൊസറല്ല ചീസ് വേണേൽ ഇട്ട് കൊടുക്കാം. ഇത് ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ വലുതായിട്ട് ചുട്ടെടുത്താൽ അതിൽ ഇങ്ങനെയും ഫില്ല് ചെയ്യാം. ഇതിൽ കക്കിരിയും ലെറ്റൂസും പിന്നെ തക്കാളി, പിന്നെ സവാള എല്ലാം വെച്ചിട്ട് അതിൽ ഫില്ലിങ്ങും വെച്ചിട്ട് ചീസും വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഞാനിത് എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ട് പാനിലാണ് ചുട്ടെടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ഗീയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൽ എല്ലാം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയും കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഇതിലുള്ള ചീസൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം മറിച്ചിട്ടിട്ട് ഇവിടെ അടച്ച് വെക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആകുന്നുണ്ട്. ഇത് വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ മറിച്ചിടും മുമ്പേ തന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലോണം ചൂടാറിക്കഴിഞ്ഞാലേ ഇത് സോഫ്റ്റ് ആവുന്നുള്ളൂ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് മാത്രം മതി. ഇത് നമുക്ക് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്